ഇന്ന് നമ്മ വന്നേക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയും? നമ്മുടെ മഹാരാജാസ് കോളേജ് കഴിഞ്ഞിട്ട് വന്ന ഗാന്ധി സ്ക്വയർ ഇല്ലേ, അതിന്റെ അടുത്ത് ആ ഗ്രൗണ്ടിലായിട്ട് നടക്കണ സംഭവമാണിത്. നമ്മുടെ വലിയ മേളയൊക്കെ നടക്കൂലേ, ജയന്റ് വീലൊക്കെ കിട്ടുന്നു, അങ്ങനത്തെ പരിപാടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരുന്നു ഇങ്ങീ കാണുന്ന നയാഗ്ര വെള്ളച്ചാട്ടം. ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കണത് സംഭവം. ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചാളായി, പക്ഷെ നമുക്ക് ഇന്നാണ് പോകാൻ പറ്റിയത്. അങ്ങനെ ഞാനും ലില്ലിയും അതിന്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. ഒരാൾക്ക് 150 രൂപ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്. നിങ്ങൾ ആ വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തേക്കണ തന്നെയണ്ട. ഇതാണ് അതിന്റെ എൻട്രൻസ്. നമുക്ക് ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചുറ്റും ഒന്ന് കറങ്ങി. ആദ്യം കണ്ടത് ഒട്ടകത്തിനെ വെല്ലുന്ന ഒട്ടകം, അതായിരുന്നു ആ ഒട്ടകം. അപ്പോഴേക്കും നമ്മ വലിയ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ട്. പല കളറും ലേസർ ലൈറ്റ് ഷോ അതും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് മാം. അത് തന്നെ നല്ല ഗുമ്മ സ്ഥലം. എന്നിട്ട് നേരെ ലില്ലി അങ്ങാട് പോയി അവളുടെ കാലൊക്കെ ഒന്ന് കഴുകി. അതേപോലെ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം പാദം വരെ ജസ്റ്റ് വെള്ളം വരുന്നു, അത് ആ ഗ്യാപ്പിൽ കൂടി തന്നെ ഒഴുകി പോകുന്നു. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ആ ചെറിയ കല്ല് പോലെ ഇരിക്കണ, ആ ഗ്യാപ്പിൽ കൂടി തന്നെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്. പിന്നെ ഞങ്ങൾ ആ വാട്ടർഫാൾസ് ഒന്നും ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോ ഒരു കുതിരപ്പുറത്ത് തുണിയില്ലാത്തൊരു ചേച്ചി ഞങ്ങളെ നോക്കിക്കണേ. പിന്നെ ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറി. ആദ്യം കണ്ട ബുക്ക് എക്സിബിഷൻസ് ആണ്. മതിയായ ബുക്കുകൾ. അതിൽ എന്റെ കണ്ണുടക്കിയത് ഈ ഒരു ബുക്കിൽ മാത്രം. ഓരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് ടിക്കോര വായിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിന്റെ 2ാം ഭാഗം വരുന്നത്. അപ്പൊ അത് വായിക്കാണ്ട് ഇത് വായിക്കണത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചില്ല. വില വെറും 599 രൂപ. ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പക്ഷെ അവിടെ നിൽക്കണ ചേട്ടനെ കണ്ടിട്ട് എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ ചോദിക്കാൻ തോന്നിയില്ല. തരാൻ പറ്റൂലെന്നെങ്ങാൻ പുള്ളി പറഞ്ഞെന്ത് ചെയ്യും. പിന്നെ അപ്പുറം കംപ്ലീറ്റ് പച്ചക്കറി വിത്തുകളായിരുന്നു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് പച്ചക്കറി വിത്തുകൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നട്ടാ പിടിക്കൂലെന്ന്. അതുകൊണ്ട് ഞാൻ ആ പരിസരത്തോട്ടേ നോക്കിയില്ല. പിന്നെ അവരുടെ വറപൊരി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതും കൊതിയിട്ടെങ്കിലും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മ മറ്റേ പിള്ളേരുടെ കളിസ്ഥലങ്ങളിലേക്ക് എത്തിയട്ടാ. മറ്റേ ജയന്റ് വീല്, അതേപോലെ നമ്മ ഈ വാട്ടർ തീം പാർക്കുകളൊക്കെ ഉണ്ടല്ലോ, അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ കാണുന്ന കൂട്ടത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഈ ജയന്റ് വീലിന്റെ ഉള്ളിലൊക്കെ സിമ്പിൾ ആയിട്ട് കയറി ഇറങ്ങാവുന്നേ ഉള്ളെന്ന് അനാവശ്യ മോട്ടിവേഷൻ തന്ന എന്റെ മനസ്സുമൈരനെ ഞാൻ ആദ്യം തന്നെ ചവിട്ടി പുറത്തിറക്കി. എന്നിട്ട് ഞാൻ അതിന്റെ പരിസരത്തോട്ട് പോലും പോയില്ല. കാരണം അമ്മാതിരി അലർച്ചയായിരുന്നു അത് കയറിയവരുടെ. ഞാനായ കാലത്ത് ഇന്ത്യക്കുള്ളിൽ കയറിയതാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്നാ ശരി, ബൈ.